ഫലാ തുഅയ്യിറുഹു ബിഅംരിൻ ഹുവ ഫീഹി, അയാളെക്കുറിച്ച് നിങ്ങൾക്കറിയുന്ന ചില രഹസ്യങ്ങളുണ്ടാവും, അത് നിങ്ങൾ പറയാൻ പാടില്ല. അയാൾ നിങ്ങളെക്കുറിച്ച് പറഞ്ഞു, നിങ്ങളും അല്ലാഹുവും തമ്മിൽ ചെയ്ത് തീർത്താൽ മതി. അത് വദഅഹു യകൂനു വബാലുഹു അലൈഹി, നിങ്ങളെക്കുറിച്ച് പറഞ്ഞതിന്റെ വിപത്ത് അയാൾ അനുഭവിക്കേണ്ടി വരും. വഅജ്റുഹു ലക്, അത് ക്ഷമിച്ചതിന്റെ കൂലിയും നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് ഹബീബായ തങ്ങൾ ആ സ്വഹാബിക്ക് ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ കൊടുത്ത ഉപദേശം, വലാ തസുബ്ബന്ന അഹദാ, നിങ്ങൾ ആരെയും ചീത്ത വിളിക്കരുതേ, ആരെയും ചീത്ത വിളിക്കരുത്. ആ സ്വഹാബി പറയാ, ഞാൻ പിന്നെ ഒരു കഴുതയെയോ പൂച്ചയെയോ ഒരു നായയെയോ ഒരു ഒട്ടകത്തെയോ ഒരു മൃഗത്തെപ്പോലും ഞാൻ ചീത്ത വിളിക്കാറില്ല. സുബ്ഹാനല്ലാഹ്. ഇതാണ് മുസ്ലിം. ഒരു നിസ്കാരത്താകുമ്പോൾ മാത്രം പോരാ, നമുക്ക് നമ്മുടെ നാവും നമ്മുടെ വാക്കുകളും ഒരുപോലെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അത് എഴുതിവിടുന്നത്, ഏതൊന്ന് പറയാൻ പാടില്ലയോ അത് എഴുതുന്നതും തെറ്റാണ്. എന്താണ് സത്യാവസ്ഥ എന്നറിയില്ല, അവർ കേട്ടതൊരു കാര്യമായിരിക്കും, അതിന്റെ മറുപുറം എന്താണെന്ന് അവർക്കറിയോ. ഇനി അറിഞ്ഞു എന്ന് വിചാരിക്കുക, ആ കേട്ടത് സത്യം തന്നെയാണെന്ന് വിചാരിക്കുക, ലൗഫുരിയുള്ള അങ്ങനെ സങ്കല്പിക്കുക. എന്നാൽ പോലും ഒരു മനുഷ്യൻ കേട്ടാൽ ഇഷ്ടപ്പെടാത്തത് നിങ്ങൾ പറയാൻ പാടില്ലെന്നാണ്, എഴുതാൻ പാടില്ലെന്നാണ്. അപ്പൊ നാളെ പരലോകത്ത് കണക്ക് കൊടുക്കേണ്ടി വരും. ചെയ്തതൊക്കെ പോകും. എനിക്ക് തോന്നുക പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ നാളെ രക്ഷപ്പെടല് ഈ യൂട്യൂബിലൊക്കെ കിട്ടുന്ന തെറി കൊണ്ടായിരിക്കും നാളെ രക്ഷപ്പെടാൻ. ഉറപ്പാ. നമുക്ക് കൂടുതൽ അമൽ ചെയ്യാനൊന്നും സാരില്ല. ഈ തെറികളും കുറെ ചീത്തവിളികളും ആക്ഷേപങ്ങളും ഇങ്ങനെ താഴെ കമന്റ് ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ എല്ലാം മുസ്ലിമാണോ, അൽഹംദുലില്ലാഹ് എന്തെങ്കിലും ഉണ്ടാവുമല്ലോ കയ്യിൽ. ഒരു സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ചൊല്ലാത്തതുണ്ടാവും, പെരുന്നാൾ നിസ്കരിക്കാനൊന്നും ഉണ്ടാവില്ലല്ലോ. ഒരു അല്ലാഹു അക്ബർ ചൊല്ലിയതെങ്കിലും കിട്ടൂലേ, ഞാൻ സന്തോഷിക്കല, അൽഹംദുലില്ലാഹ്. അതൊക്കെ നമ്മളെ ജാതിപ്പെട്ടതാണല്ലോ, അല്ലാഹ് എന്തെങ്കിലുമൊക്കെ കിട്ടാണ്ടാവും, അൽഹംദുലില്ലാഹ്. അതൊരു വലിയ സൗഭാഗ്യമാണ്. അതൊരു വലിയ, നമ്മൾ വിചാരിക്കുന്ന ഒരു നിസ്സാര കാര്യമാണ് നമ്മൾ ചെയ്യുന്നതെന്ന്. മനുഷ്യന്റെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം, അതിന് ചില ഡിസിപ്ലിൻ ഒരു മുസ്ലിം പാലിക്കേണ്ടതുണ്ട്. ഇതില്ലേ, നമ്മളത് കൈകാര്യം ചെയ്യണ്ട. അത്രയൊന്നും ക്ഷമല്ലേ, തെച്ചു വയ്ക്കും, ആരെങ്കിലും കൈകാര്യം ചെയ്തോളൂ. നമുക്ക് ക്ഷമല്ലേ. നമ്മൾ ഇങ്ങോട്ട് ആരെങ്കിലും ആക്ഷേപിക്കുമ്പോഴേക്കും അങ്ങോട്ട് പ്രൈവറ്റിൽ പോയിട്ട് അയാൾക്ക് തിരിച്ചങ്ങോട്ട് മറുപടി പറയാൻ അല്ലെങ്കിൽ ആക്ഷേപിക്കാൻ, ഇതിനാണോ നമ്മൾ നടക്കുന്നത്? പിന്നെ നമ്മളും അവരും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? ചെയ്യരുത്. അള്ളാഹു നമുക്ക് ക്ഷമ നൽകട്ടെ. നമുക്ക് ക്ഷമ നൽകട്ടെ. ഞാൻ പറയുന്നതിൽ വലിയൊരു വേദന ഉണ്ടാക്കുന്നത് പച്ചയായ വ്യഭിചാരവുമായി ബന്ധപ്പെട്ട വാക്കുകൾ, പച്ചയായിട്ട് വ്യഭിചാരത്തിലേക്ക് ക്ഷണിക്കുന്നത്. മലയാളികളൊന്നും ഇത് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല കേട്ടോ. ഇതൊരു ജാതി മതം നോക്കിയിട്ടല്ല ഞാൻ പറയുന്നത്. മലയാളം സംസ്കാരിക്കുന്ന പെണ്ണുങ്ങളും ആണുങ്ങളും, വലിയൊരു ശതമാനം സ്ത്രീകൾ പച്ചക്കൂളായിട്ട് മോശമായ ഡയലോഗുകൾ, വളരെ മോശമായ വൃത്തികെട്ട വാക്കുകൾ അത് റെക്കോർഡ് ചെയ്ത് അവനവൻ്റെ അക്കൗണ്ടിലൂടെ പോസ്റ്റ് ചെയ്യാൻ, ടിക്ടോക്കിലും യൂട്യൂബ് ഷോർട്ടുകളിലും അല്ലാതെയുമായിട്ട് സോഷ്യൽ മീഡിയകളിൽ. അതിന് കുറേ ആളുകളുണ്ട് അതിന് ഓശാന പാടാൻ, അതിനൊക്കെ യെസ് പറയാൻ, അതിനൊക്കെ നല്ല നല്ല കമന്റ് കൊടുക്കാൻ. മുസ്ലിം ഉമ്മത്തിനോട് പറയണേ, അവരോട് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, അല്ലാത്തവർ ഇറ്റ്സ് നൺ ഓഫ് മൈ കൺസേൺ. അത് നമ്മൾ ഇടങ്ങി പറയേണ്ട, അതൊക്കെ അവരുടെ നേതാക്കന്മാരോ അവർ വിശ്വസിക്കുന്ന ആദർശക്കാരോ അവർ പറഞ്ഞു കൊടുത്ത പോലെ അവർ ജീവിച്ചോട്ടെ. മുസ്ലിം ഉമ്മത്ത്, നമ്മൾ സംസാരിക്കുന്നത് ഇസ്ലാമിന്റെ പ്രമാണം വെച്ചാണ്. ഞാൻ എൻ്റെ അഭിപ്രായമല്ല പറയുന്നത്. മുസ്ലിം എന്ന് പറയുന്നത് ഹബീബിനെയും അള്ളാഹുവിനെയും അവിടുത്തെ ഹബീബിന്റെ സ്വഹാബിമാരെയും ഉലമാഇനെയും പ്രമാണമാണെന്ന് വിശ്വസിക്കുന്നവരാണ്. അത് നമ്മുടെ ഇന്നത്തെയും നാളെ മണ്ണിൽ കിടക്കുന്ന ജീവിതത്തെയും ബാധിക്കാൻ പോകുന്ന വിഷയമാണ് എന്ന് ബോധിച്ചവനാണ് മുസ്ലിം. അത്തരക്കാരോട് മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ. ഇതുവരെ വേദ പറഞ്ഞതൊക്കെ അങ്ങനെ തന്നെയാണ്. ഇനി പറയുന്നതും പറയാൻ ഉദ്ദേശിക്കുന്നതും അവരോട് തന്നെയാണ്. അല്ലാത്തവരോട് നമ്മൾ എന്താ പറയുക, ലോകത്ത് എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നതുകൊണ്ട് എന്ത് പറയാനാ? അതിനെന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഒരു കുഴപ്പമില്ലോടോ ചെയ്തോ. പക്ഷെ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളാണോ നിന്നെ ഉപദേശിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഈ സമൂഹത്തിലെ പണ്ഡിതന്മാർക്കുണ്ട്. അത് കേൾക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. നമ്മുടെ ശരീരമെങ്ങാനും പിശാചിന്റെ പിടിയിലങ്ങ് അകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് കേൾക്കാൻ കഴിയില്ല, അത് രസം തോന്നൂല, വെറുപ്പാകും, ആക്ഷേപമാവും. അതിനാണ് ജഅദരി എന്ന് പറയുന്നത്. അങ്ങനെ ആയിപ്പോവരുത്. അള്ളാഹു കോപിക്കും. ആ കോപം നമ്മുടെ ഫെയിമോ, നമ്മുടെ സമ്പാദ്യമോ, നമ്മുടെ കുടുംബമോ എല്ലാം തകരാൻ കാരണമാകും. കാരണം അള്ളാഹു ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. തമ്പുരാൻ കാത്തുരക്ഷിക്കട്ടെ. വിശുദ്ധ ഖുർആൻ എത്ര മനോഹരമായിട്ടാണ് സൂറത്ത് യൂസുഫിൽ وراودته التي هو في بيتها عن نفسه. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ സുലൈഖ ബീവി വശീകരിച്ചത് വിശുദ്ധ ഖുർആൻ പരാമർശിച്ച ഒരു ഭാഗത്തിന്റെ ഒരു സൗന്ദര്യമേ.
എന്തൊരു മനോഹരം! അതിസുന്ദരിയായ ഒരു പെണ്ണും അതിസുന്ദരനായ പ്രവാസിയായി വിവാഹം ചെയ്യാതെ സ്വന്തം നാട്ടിൽ നിന്ന് ഒരുപാട് ദൂരെ ഈജിപ്തിൽ കഴിയുന്ന യൂസുഫ് അലൈഹിസ്സലാമും തമ്മിൽ നടന്ന ആ ഒരു വളരെ ആത്മഹർഷം നൽകുന്ന വിശുദ്ധ ഖുർആനിന്റെ ഇടപെടൽ, അവർ തമ്മിൽ നടന്ന ആ ഒരു സംഭവത്തിന്റെ പരാമർശം എത്ര മനോഹരമാണ്! ആർക്കെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ലൈംഗികതയുടെ ചുവ ആ ആയത്തുകൾക്കിടയിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുമോ? കിട്ടൂല. വിശുദ്ധ ഖുർആൻ അത്തരം വാക്കുകളെല്ലാം എത്ര മനോഹരമായിട്ടാണ് വിശുദ്ധ ഖുർആൻ കൈകാര്യം ചെയ്തത്. ഇന്നല്ലാഹ കരീമുൻ യുഖന്നി മാഷാ. അല്ലാഹു കരീമാൻ, അല്ലാഹു മാന്യനാണ്. യുഖന്നി മാഷാ, അല്ലാഹു ഉദ്ദേശിച്ചതെല്ലാം തുറന്നു പറയാതെ അല്ലാഹു രഹസ്യമായി പടച്ചതമ്പുരാൻ അതിനെ പെട്ടെന്ന് മനസ്സിലാവുന്ന രൂപത്തിലല്ല. ആ വാക്കുകളുടെ മറുപുറത്ത് മറ്റൊരാശയമുണ്ട്. എന്നാൽ ആ വാക്കുകൾ എത്ര മനോഹരമാണ്. ഉദാഹരണം പറയാം. ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുൻ. എന്താ ഇതിനർത്ഥം? വഹിയൽ ഇഖ്തിലാത്ത് അൽ ഹാസിലു ഇൻദൽ ജിമാഅ. ഒരു തഫ്സീർ അതാണ്. സ്ത്രീകൾ, നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് വസ്ത്രമാണ്, നിങ്ങൾ അവൾക്കും വസ്ത്രമാണ്. എന്താ മനസ്സിലായത്? ഒരുപാട് ആശയങ്ങളുണ്ട്. അവർ നിങ്ങൾക്ക്, നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് വസ്ത്രമാണ്, നിങ്ങൾ അവർക്കും വസ്ത്രമാണ്. ആ കോണ്ടെക്സ്റ്റിൽ അവിടെ ഉപയോഗിക്കപ്പെട്ട ആശയം എന്താണെന്നറിയോ? നിങ്ങൾ അവരുമായി ശരീരം ചേർന്ന് കിടക്കുന്നവരാണ് എന്ന് പറയാനാ വസ്ത്രം ദേഹത്തൊട്ടുന്ന പോലെ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നത്. നിങ്ങൾ അവരുമായി കിടപ്പറയിൽ സമയം ചെലവഴിക്കുന്നവരാണ് എന്ന് പറയേണ്ടതിന് പകരം അവർ നിങ്ങൾക്ക് വസ്ത്രമാണ്, നിങ്ങൾ അവർക്കും വസ്ത്രമാണ്. എത്ര മനോഹരം! ഇതൊക്കെ പച്ചയിൽ വിളിച്ചു പറയുന്ന മനുഷ്യന്മാരില്ലേ സോഷ്യൽ മീഡിയയിൽ? പച്ചയായിട്ട് നിസാഉകും ഹർസുൽ ലക്കും ഫഅതു ഹർസകും അന്നാ ശിഅ്തും. ഈ ആയത്തിനെ ശരിക്ക് മനസ്സിലാക്കാതെ, തെറ്റിദ്ധാരണ കാരണം ഈ ആയത്തിന്റെ ആശയം മനസ്സിലാക്കാതെ പോകുന്നവരുണ്ട്. നിസാഉകും ഹർസുൽ ലക്കും, നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ ഹർസാണ്. ഹർസ് എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്ത് ധാന്യമിറക്കി വിളവുണ്ടാകുന്ന സ്ഥലത്തിനാണ് ഹർസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഭാര്യമാർ, അവരിൽ നിന്ന് നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കാൻ അല്ലാഹു ഉപയോഗിച്ച വാക്കാണത്. അല്ലാഹു അനുവദിച്ച പ്രകാരം, അല്ലാഹു അനുമതി നൽകിയതുപോലെ നിങ്ങളുടെ ഹർസിനെ നിങ്ങൾക്ക് സമീപിക്കാൻ പറ്റും. അത് കൃഷിയിടമാണ് എന്ന് പറയുമ്പോൾ കൃഷിയിടമല്ലാത്തിടത്തേക്ക് നിങ്ങൾ പോകരുതേ എന്ന് അഭിനവ സംസ്കാര ശൂന്യതയിലേക്ക് വിരൽ ചൂണ്ടി വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണിത്. ഹർസിനെയാ സമീപിക്കേണ്ടത്. എവിടെയാണോ കുഞ്ഞുണ്ടാവാൻ അല്ലാഹു കാരണമാക്കി വെച്ചത് ആ ഭാഗമാണ് നിങ്ങൾ സമീപിക്കുന്നത്, അതല്ലാത്തത് സമീപിക്കരുത്. നിസാഉകും ഹർസുൽ ലക്കും ഫഅതു ഹർസകും അന്നാ ശിഅ്തും. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് യഥേഷ്ടം കൊയ്തെടുക്കാനുള്ള വയലാണ്, കൃഷിയിടമാണ് എന്ന് പറയും. അതല്ല അതിന്റെ ഉദ്ദേശം. ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ നൽകുന്നുണ്ട്. അതുകൊണ്ട് ഒരു പെണ്ണിന്റെ ആരോഗ്യം, നിങ്ങളുടെ ആരോഗ്യപരമായ മനുഷ്യന്റെ നൈസർഗികമായ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടേണ്ടത് ആ ഭാഗമാണ് എന്ന് സൂചിപ്പിക്കാൻ അല്ലാഹു ആധുനിക ലോകത്ത് ഇരുൾമുറ്റിപ്പോയൊരു സംസ്കാരച്യുതിയുടെ, സ്ത്രീകളെ ഒരു ഭോഗവസ്തു മാത്രമാക്കി വെച്ച ഒരു കാലഘട്ടത്തോട്, 21-ാം നൂറ്റാണ്ടിനോട് വിശുദ്ധ ഖുർആൻ നടത്തുന്ന എത്ര മനോഹരമായ ഇടപെടലാണിത്. നിസാഉകും ഹർസുൽ ലക്കും ഫഅതു ഹർസകും അന്നാ ശിഅ്തും. ആ ഹർസ് എന്ന് പറയുന്ന പ്രയോഗത്തിന് പകരം ഏതെല്ലാം മോശപ്പെട്ട വാക്കുകൾ മനുഷ്യനെന്ന് പ്രയോഗിക്കുന്നുണ്ട്. ഖുർആൻ പ്രയോഗിച്ച വാക്കിന്റെ മനോഹാരിത നോക്കൂ. ഹർസുൽ ലക്കും. ഫലമ്മാ തഗശാഹാ حملت حملا خفيفا فمرت به. سورة الأعراف.
ഫലമ്മാ തഗശാഹാ, ഒരു കുഞ്ഞിന് ജന്മം നൽകി ഒരു ഉമ്മ കഷ്ടപ്പെട്ട് പ്രസവിക്കുന്ന ഒരു ഉമ്മയുടെ പ്രസവവും ഗർഭകാലത്തിന്റെയും യാതനകളെ സൂചിപ്പിച്ചുകൊണ്ട് ഖുർആൻ നടത്തിയ ഒരു പരാമർശം. ഫലമ്മാ തഗശാഹാ, ഗശിയ എന്ന് പറഞ്ഞാൽ ശരിക്കും തണുക്കുമ്പോൾ പുതപ്പിട്ട് നമ്മൾ മൂടൂലേ, പുതപ്പിട്ട് മൂടി കിടക്കൂലേ തണുക്കുമ്പോൾ, അതിനാണ് തഗശ എന്ന് പറയുന്നത്. ഫലമ്മാ തഗശാഹാ, തന്റെ ഭാര്യയെ പുതപ്പിട്ട് മൂടി, ആ ഭാര്യയെ പുതപ്പ് പോലെ ദേഹത്തേക്ക് പുതപ്പിട്ട് മൂടിയപ്പോൾ, ഇത് മെറ്റഫറാണ്. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുന്നവർക്ക് മെറ്റഫർ എന്താണെന്നറിയും. സിമിലി എന്ന് പറയാം. ഒരു പുതപ്പിട്ട് മൂടുന്ന പോലെ ആ ഒരു വാക്ക് പ്രയോഗം മനുഷ്യന്റെ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കാനാണ് ഖുർആൻ പുതപ്പ് മൂടുന്നത് എന്ന് പറയുന്നത്. കുളിരുണ്ടാകുമ്പോ മനുഷ്യൻ ദേഹത്ത് ചുറ്റുന്ന ഒരു പുതപ്പിനെയാ ഗിശാ എന്ന് പറയാം. പച്ചയായി തുറന്നു പറയാൻ പാടില്ല എന്ന് പറയുന്ന വിഷയങ്ങൾ. അതിലേറെ അത്ഭുതം എന്താണെന്നറിയോ? സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാമിനെയും മറിയം ബീവിയെയും ദൈവമാണെന്ന് വിശ്വസിച്ചിരുന്ന ആളുകൾ ഇന്നുണ്ട്, അന്ന് കാലഘട്ടങ്ങളിലുണ്ട്. യേശുക്രിസ്തു എന്ന് പറയുന്ന ജീസസ് ക്രൈസ്റ്റ്, ഈസാ നബി അലൈഹിസ്സലാം, അവരുടെ ഉമ്മയായ മറിയം ബീവി, മറിയമുൽ അദ്റാ, മറിയം മാരി ദി വിർജിൻ, മഹദിയായ മറിയം ബീവി വിവാഹം ചെയ്തവരല്ല, അവർക്ക് അത്ഭുതകരമായി ജനിച്ച മോനാണ് ഈസാ നബി അലൈഹിസ്സലാം. ഇതാണ് ഇസ്ലാമിന്റെ വിശ്വാസം. ഓരോ മതങ്ങൾക്കും അവരുടെ വിശ്വാസമുണ്ട്. ഇസ്ലാം പറയുന്നത് ഇതാണ്. ഇവിടെ കാര്യം നാം സൂചിപ്പിക്കാൻ പോവാണ്. അതായത് ചില ആളുകളെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മതങ്ങളെ ചീത്ത പറയുന്ന ഒരു കാലമാണല്ലോ. ഇസ്ലാമിനുള്ള മേക്കിട്ട് കയറാൻ പറ്റുള്ളൂ. അപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ആക്ഷേപിച്ചുകൊണ്ട് എന്ത് പറയുന്നറിയോ? മുഹമ്മദ് നബി ബൈബിളിൽ നിന്ന് കോപ്പിയടിച്ചു, അല്ലെങ്കിൽ തോറയിൽ നിന്ന് കോപ്പിയടിച്ചു, അതങ്ങനെ ഖുർആന്റെ, അതാണ് സൂറത്ത് മറിയം എന്നൊക്കെ. അസ്തഗ്ഫിറുല്ലാഹ്. മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവരോട് മാത്രം പറയാണ്. ഇങ്ങനെ പറഞ്ഞിങ്ങനെ ചീത്ത വിളിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നവർ പിന്നെ കേൾക്കാൻ നിൽക്കുന്നില്ലെങ്കിൽ ഇവരോട് പറയുന്നില്ല. കേൾക്കണമെന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നത്തെ നസ്വാറാക്കളിൽ നിന്ന് അവരുടെ ചരിത്രങ്ങൾ ഖുർആനിലേക്ക് പകർത്തിയെഴുതി എന്നാണ് നിങ്ങൾ ആക്ഷേപിക്കുന്നതെങ്കിൽ, സൂറത്ത് മറിയമിൽ മറിയം ബീവി ദൈവമാണ് എന്ന ആശയം കടന്നു വരും. ഈസാ നബി ദൈവമാണെന്ന് പുണ്യനബി എഴുതി വെക്കണല്ലോ, അതല്ലല്ലോ എഴുതി വെച്ചത്. ഈസാ നബി അല്ലാഹുവിന്റെ അബ്ദുൻ റസൂലുമാണ്. മറിയം അലൈഹിസ്സലാം ചാരിത്രശുദ്ധിയുണ്ടായിരുന്ന 4 മഹത്തുക്കളായ വനിതകളിൽപ്പെട്ട 4 മഹത്തുക്കളിൽ മഹിതമായ ഔന്നത്യം പ്രാപിച്ച മഹദികളിൽപ്പെട്ട ഒരു മഹദിയാണ് മറിയം ബീവി. മറിയം ബീവി റളിയല്ലാഹു അൻഹ ദൈവമായിട്ടല്ല പുണ്യനബി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നല്ലാഹ സാലിസു സലാസ, ട്രിനിറ്റി എന്ന വിശ്വാസം ശരിയല്ല. കൂപ്പിടിച്ച പിന്നെ അതിൽ അങ്ങനെയാണോ പറയാ? അവരത് ശരിയാണെന്നല്ലേ പറയല്ലേ? അവര് പറഞ്ഞു ഈസാ നബി ദൈവമാണെന്നല്ലേ? എന്നാ അങ്ങനെയല്ലേ ഖുർആനിൽ കാണേണ്ടത്? കൂപ്പിടിച്ചതല്ല എന്ന് മനസ്സിലാക്കാൻ ഇതുപോലെ അവര് പറഞ്ഞതിലെ തിരുത്താണ് ഖുർആൻ കൊണ്ടുവന്നത്. വിശ്വാസത്തിൽ വന്ന പാളിച്ചകളെ ഖുർആൻ തിരുത്തുകയാണ് ഉണ്ടായത്. അല്ല കൂപ്പിടിച്ചതാണെങ്കിൽ തിരുത്താൻ കഴിയില്ല ഇവിടെ. കാരണം അവരോട് അവരുടെ ദേഷ്യം സമ്പാദിക്കേണ്ട അവസ്ഥ വരൂലേ? പക്ഷേ സത്യം സത്യമായി നബി തങ്ങൾക്ക് വിളിച്ചു പറയേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ ദൈവമല്ല എന്ന് പറയാൻ ഒരു മനുഷ്യൻ എങ്ങനെ ദൈവാവാ? ദൈവം എന്ന് പറയുന്നത് he should be self eternal, സ്വമതാണ്. he should be one and only, അഹദാവണം, സ്വമതാവണം. വലം യകുൽ ലഹു കുഫുവൻ അഹദ്. there is nothing and no one comparable with Allah subhanahu wa ta'ala. പടച്ചതമ്പുരാനോട് തുല്യതയുള്ള ഒരാളുമേ ഒന്നുമേ, nothing, no deity, nothing in existence can be equal to Allah. അങ്ങനത്തെ ഒരു പടച്ചവനാണ് ഈ ലോകത്തിന്റെ God Almighty എന്ന് പറയുന്നത്. He shouldn't have any beginning and he shouldn't have an end. He should be transcend time and space. സമയമോ കാലമോ ആവശ്യമില്ലാത്ത, ഒരു ഹൈസോ ഒരു വഖ്തോ ആവശ്യമില്ലാത്ത, എന്നാൽ ഖാലിഖുൽ ഹൈസി വൽ ഔഖാത്ത്, the creator of the time and space, സമയവും സ്പേസും ഉണ്ടാക്കിയവനാണ് അല്ലാഹു. ഇതാണ് ഖുർആൻ പറയുന്ന മനോഹരമായ ദൈവം എന്ന സങ്കല്പം. അങ്ങനെ വരുമ്പോ വിശുദ്ധ ഖുർആൻ ചോദിക്കാണ്, എങ്ങനെയാണ് ഈസാ നബിയെയും മറിയം ബീവിയെയും നിങ്ങൾ ദൈവമാണെന്ന് പറയുന്നത്? കാനായ കുലാനി ത്വആം, രണ്ടുപേരും ഭക്ഷണം കഴിക്കുന്നവരായിരുന്നില്ലേ? ആര്? ഈസാ നബിയും ഉമ്മ മറിയം ബീവിയും. അവർ ഭക്ഷണം കഴിച്ചവരല്ലേ? അവിടെ ഉദ്ദേശം എന്താണെന്നറിയോ? അവർ ടോയ്ലറ്റിൽ പോയിരുന്നവരല്ലേ എന്നാ. ഭക്ഷണം കഴിച്ചവൻ അവിടെ എക്സ്ക്രീഷൻ ഉണ്ടാവും, വയറ്റിന്ന് പുറത്തു പോവേണ്ടി വരും. അങ്ങനെ ഒരു ന്യൂനത
പടച്ചതമ്പുരാന് ഉണ്ട് എന്നാണോ നിങ്ങൾ പറയുന്നത്? അപ്പോൾ അവർ ടോയ്ലറ്റിൽ പോയിരുന്നവരല്ലേ? വിസർജ്യം ദേഹത്തുനിന്ന് പുറത്തു പോയവരല്ലേ? ഒരു ജന്മവും ഒരു മരണവും അനുഭവിക്കുന്ന മനുഷ്യരല്ലയോ എന്ന് പറയേണ്ടതിന് പകരം അള്ളാഹു ഉപയോഗിച്ച വാക്ക് നോക്കണം. അവർ രണ്ടുപേരും ഭക്ഷണം കഴിച്ചവരായിരുന്നു. അപ്പം ഇതിനപ്പുറത്ത് നമ്മൾ മനസ്സിലാക്കണം, അങ്ങനത്തെ രണ്ടുപേർക്ക് നിങ്ങൾ എങ്ങനെയാ പടച്ചവനാന്ന് പറഞ്ഞു കൊടുക്കുക? അത് ശരിയാണോ? പടച്ചവൻ ന്യൂനതയില്ലാത്തവനല്ലേ? അതുകൊണ്ട് അള്ളാഹു ടോയ്ലറ്റിൽ പോയി അല്ലെങ്കിൽ അവർ വിസർജിക്കുന്നവരായിരുന്നല്ലോ എന്ന വാക്കുപോലും ഉപയോഗിക്കാതെ മേരി ആൻഡ് ജീസസ് ബോത്ത് യൂസ്ഡ് ടു ഈറ്റ് ഫുഡ്. ഇതിലും മനോഹരമായിട്ട് എങ്ങനെയാണ് ഇതിനെ അവതരിപ്പിക്കാൻ കഴിയുക? ഒരു മതവിശ്വാസികളെ നോവിക്കാതെ, അവരുടെ മനസ്സിന് വേദന ഉണ്ടാക്കാതെ ഒരു സത്യം ഖുർആൻ പറഞ്ഞു കൊടുത്തു. നിങ്ങൾ ചിന്തിക്കണം, അവർ ഫ്ലഷ് ആൻഡ് ബോൺസ്, ശരീരവും മാംസവും ഉണ്ടായിരുന്ന, ജനനവും മരണവും അനുഭവിക്കുന്ന ആളുകളാണ്. അത്തരം ആളുകളെ നിങ്ങൾ ദൈവമായി വിശ്വസിക്കരുതേ. ഖാനായ കുലാനിത്വആം, അവർ ഭക്ഷണം കഴിക്കുന്നവരായിരുന്നു. മലമൂത്ര വിസർജനത്തെക്കുറിച്ച് പറയുന്നിടത്ത് എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ വെള്ളം കിട്ടിയില്ലെങ്കിൽ തയമ്മം ചെയ്തോളണം എന്ന് തയമ്മത്തിന്റെ മസ്അല പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാക്കെന്താ? എന്താ ഗായിത്ത് എന്ന് പറഞ്ഞാൽ? നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഗായിത്തിൽ നിന്ന് വരികയാണെങ്കിൽ ഒന്നെടുക്കണം. എന്താ ഗായിത്ത് എന്ന് പറഞ്ഞാൽ? അൽ അർളുൽ മുൻഖഫിള, ചെരിഞ്ഞു കിടക്കുന്ന താഴേക്ക് പോകുന്ന ഭൂമിക്കാണ് ഗായിത്ത് എന്ന് പറയാം. അപ്പൊ അന്ന് ടോയ്ലറ്റ് ഇല്ലാത്ത കാലം ഭൂമിയുടെ ചെരുവുകളിൽ പോയിട്ട് അവര് മറയിരുന്നിരുന്നത്. ആ ചെരുവിൽ നിന്ന് നിങ്ങൾ വന്നാൽ, അതായത് നിങ്ങൾ ടോയ്ലറ്റ് പോയി വന്നാൽ എന്നാണ് അവിടെ ഉദ്ദേശം. പക്ഷെ ഉപയോഗിച്ച വാക്ക് ഗായിത്ത്. ഗായിത്തിന് വിസർജനം എന്നല്ല അർത്ഥം. ഗായിത്ത് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ചെരിഞ്ഞു കിടക്കുന്ന സ്ഥലം എന്നാണ്. അവിടെ നിന്ന് വന്നാൽ മനസ്സിലായി. അപ്പോഴേ നമ്മൾ കുട്ടികളോടൊക്കെ പറഞ്ഞു, ഉമ്മ എനിക്ക് എന്ന് പറഞ്ഞിട്ട് വയറ്റിന്ന് പോണ സാധനം പച്ചയിൽ മക്കൾ പറയുമ്പോഴേ, മോനെ ഉമ്മ എനിക്ക് ടോയ്ലറ്റ് പോകണം, എനിക്ക് ഹമ്മാമ് പോകണം എന്ന് പറയും മോനെ എന്ന് പറയണം. അവർ ആ ചെയ്യാവുന്ന കാര്യം പച്ച മലയാളത്തിൽ പറയുന്നുണ്ടാവും. അപ്പം മക്കൾക്ക് തിരുത്തി കൊടുക്കണം. മോനെ ടോയ്ലറ്റ് പോവുകയാണെന്ന് പറഞ്ഞു, ഇനിയിപ്പോൾ നിങ്ങൾ വേറെ എന്തെങ്കിലും വേറെ ഭാഷ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ആ സ്ഥലത്ത് പോകുന്നേ പറയാവൂ. ഒന്നിന് പോവുക, രണ്ടിന് പോവുക അങ്ങനെ പറയാറുണ്ട്. സ്കൂളിലൊക്കെ നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത് ടോയ്ലറ്റ് പോവാണ്ടോ ഇങ്ങനെ കാണിക്കണം. എങ്ങനെ കാണിച്ചാൽ ടീ എന്നാണിത്. ടീ മീൻസ് ടോയ്ലറ്റ്. അപ്പോൾ കുട്ടികൾ അങ്ങനെ സമ്മതം ചോദിക്കുമ്പോൾ ഇംഗ്ലീഷുകാർ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യമാണ്. നമ്മുടെ നാട്ടിലൊന്നും നടന്നോളുന്നില്ല. പക്ഷെ അതൊരു ബൈപ്പാസിംഗ് ആണ്. പച്ചയായിട്ട് എനിക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ പറയരുത്. ഓരോ ഭാഷയിലും അതിന് വാക്കുകളുണ്ട്. യുവല്ലൂനൽ അദ്ബാർ, മനുഷ്യന്റെ ബാക്ക് ഭാഗത്തിനാണ് അറബിയിൽ ഇസ്ത് എന്ന് പറയുന്നത്. ഇസ്ത് എന്ന് പറയുന്ന വാക്കൊരു മോശപ്പെട്ട വാക്കാണ്. അതുകൊണ്ട് ഖുർആനിൽ എവിടെയും ഇസ്ത് എന്ന വാക്ക് ഉപയോഗിച്ചില്ല. ദുബുർ എന്ന് പറഞ്ഞു, പിൻവശം എന്ന അതിനർത്ഥം. ദുബുറ കുല്ലി സ്വലാ, നിസ്കാരത്തിന്റെ പിറകിൽ ദുആക്ക് ഉത്തരണ്ട്. അപ്പൊ അതിന് തഅ്വീൽ ചെയ്യും. അത്തഹിയാത്തിന്റെ അവസാനത്തിലാണ്, അല്ല സലാം വീടിന്റെ ശേഷമാണ്. ഓക്കെ, ദുബുറ കുല്ലി സ്വലാ. അദ്ബാർ, ദുബുർ എന്ന് പറയുന്നത് പിറകു വശം എന്നതിനർത്ഥമുള്ളൂ. ബഹൈൻഡ്, ബാക്കിൽ എന്നതിനർത്ഥമുള്ളൂ. ഒരു മനുഷ്യന്റെ ഒരു പ്രത്യേക ശരീരഭാഗത്തെ സൂചിപ്പിക്കുന്നിടത്ത് പോലും ഖുർആൻ ആ വാക്ക് ഉപയോഗിച്ചില്ല. ഇങ്ങനെ നോക്കിയാൽ വിശുദ്ധ ഖുർആനിന്റെ വാക്കുകളിൽ വലിയ വലിയ സഭ്യത നമുക്ക് കാണാൻ കഴിയും. അസഭ്യമുള്ളത് എവിടെയാണുള്ളത് ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. അങ്ങനെ ആർക്കെങ്കിലും വിശുദ്ധ ഖുർആനിന്റെ പരാമർശങ്ങളിൽ മോശമായി തോന്നുന്നത് കാണാൻ കഴിയില്ല, നിങ്ങൾ കൊണ്ടുവരാൻ കഴിയില്ല. അതിന്റെ മഅന നിങ്ങൾ പഠിച്ചു നോക്കൂ. ഹബീബിന്റെ മുന്നിൽ ഒരു പെണ്ണ് വന്ന് മസ്അല ചോദിച്ച രംഗം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. ലോകത്തിന്റെ ഗുരു ലജ്ജയുണ്ടായിരുന്നവരാ. കാന ഹയ്യൻ, ഹബീബാ നബി തങ്ങൾക്ക് ലജ്ജയുണ്ടായിരുന്നു, നല്ല ലജ്ജയുള്ളവരാ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങളുടെ മുമ്പിൽ ഒരു പെണ്ണ് വന്നു. ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസ്, അന്നംറഅതൻ സഅലത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഗസ്ലിഹാ മിനൽ മഹീദ്. ഹൈള് ഉണ്ടായാൽ അത് എങ്ങനെയാണ് ശുദ്ധിയാക്കേണ്ടത് എന്ന് ഒരു പെണ്ണ് നബി തങ്ങളോട് വന്ന് ചോദിച്ചു. ഇവിടെ ഞാനൊരു കാര്യം എൻ്റെ സഹപ്രവർത്തകരായ അധ്യാപകരോട്, മുദരിസുമാരോട്, മുഅല്ലിമീങ്ങളോട്, നമ്മുടെ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാരോട് ഒന്ന് സൂചിപ്പിക്കുകയാണ്. ഒന്നും വിഷമം വിചാരിക്കരുത്. നമ്മൾ മദ്രസയിൽ പഠിപ്പിക്കുമ്പോൾ മസ്അല ത്വഹാറത്തിൻ്റെ ബാബ് വരുമ്പോൾ
ഒതുടുക്കേണ്ട ജനാബത്ത് കുളിക്കേണ്ട ഫർളായ കുളിയുടെ അസ്ബാബുകളെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ, ഹൈദ് നിഫാസിൻ്റെ മസ്അലകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ മദ്രസയിലെ ഉസ്താദുമാർ വളരെ ഗൗരവത്തിൽ കൈകാര്യം ചെയ്യേണ്ട പാഠഭാഗങ്ങളാണ്. ദർസ് നടത്തുന്ന ഉസ്താദുമാർ, ഫത്ഹുൽ മുഈൻ ഓതി കൊടുക്കുന്നവർ. കാരണം നമ്മുടെ മുമ്പിലിരിക്കുന്നത് നമ്മുടെ കാലത്ത് 5 വയസ്സുള്ള കുട്ടിയല്ല ഇപ്പോഴത്തെ 5 വയസ്സുള്ള കുട്ടി. നമുക്ക് 5 വയസ്സുള്ള കാലത്ത് എന്താ നമുക്ക് തിരിഞ്ഞത്? ഇന്നത്തെ 5 വയസ്സുള്ള കുട്ടിയുടെ മുമ്പിൽ ചിത്രങ്ങളായിട്ടും വീഡിയോസായിട്ടും അനുഭവങ്ങളായിട്ടും ആ കുട്ടിയുടെ തലയിൽ കിടക്കുന്ന ചിന്തകൾ നമ്മൾ വിചാരിക്കുന്നതിലപ്പുറമാണ്. ഹൈദിൻ്റെ ബാബ് വരുമ്പോൾ 3 ആഴ്ചയൊക്കെ ക്ലാസ് എടുക്കുക, നിസ്കാരത്തിൻ്റെ ബാബൊക്കെ ഒരാഴ്ച കൊണ്ട് ക്ലാസ് തീരും. അങ്ങനെ ആവരുത്. ചില ഹയാഇൻ്റെ ഭാഗം, ലജ്ജ തോന്നിപ്പിക്കുന്ന വിഷയങ്ങളെ പച്ചയായിട്ട് കീറി മുറിച്ചിങ്ങനെ അങ്ങനെ അത് മർറുൽ കിറാം, മാന്യന്മാർ കടന്നു പോകുന്ന പോലെ ആ വിഷയങ്ങളെ വളരെ ഭവ്യതയോടുകൂടെയും ഗൗരവത്തോടെയും അസഭ്യം തോന്നാത്ത രീതിയിലും കൈകാര്യം ചെയ്യണം. പെൺകുട്ടികൾ ക്ലാസ്സിലിരിക്കുന്നുണ്ടാവും, ആൺകുട്ടികൾ ഇപ്പുറത്തിരിക്കുന്നുണ്ടാവും ചിലപ്പോൾ. ഇത് മനുഷ്യന്റെ ശരീരത്തിന്റെ അല്ലാഹു മാ കതബല്ലാഹു അലാ ബനാതി ആദം, ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കളായി ജനിക്കുന്ന പെൺകുട്ടികൾക്ക് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത പ്രായപൂർത്തിയായാൽ ഉണ്ടാകുന്നവരുടെ മന്ത്ലി സൈക്കിൾ, ഇതിനെക്കുറിച്ചാണ് മസ്അല. അത് പറയുമ്പോൾ വളരെ ഗൗരവത്തിൽ ഞാൻ പറയുന്നത്, നമ്മൾ ഈ പറഞ്ഞ ചർച്ചയുടെ ഭാഗമായിട്ടാണ് ഞാൻ പറയുന്നത്, കീറി മുറിച്ച് പച്ചയിൽ അതിനെ പറഞ്ഞ് വഷളാക്കരുത്. എത്രയോ അനുഭവങ്ങൾ ഞാൻ കേട്ടതുകൊണ്ടായി പറയുന്നത്. എല്ലാ ഉസ്താദുമാരും ഇത് ചെയ്യുന്നു എന്നുമല്ല ഞാൻ പറയും, പക്ഷെ അത് ചെയ്യുന്ന ആളുകളുണ്ട്. അത് നമ്മൾ തിരുത്തണം. അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നിടത്ത് മുദരിസുമാർ, ദർസ് നടത്തുന്നവർ, കിതാബോധി കൊടുക്കുന്നവർ, മുതഅല്ലിമീങ്ങൾ ഒക്കെ പ്രായപൂർത്തിയായ മക്കളായിരിക്കും. അത് വളരെ മർറുൽ കിറാം, മാന്യന്മാർ കടന്നു പോകുന്ന പോലെ കടന്നു പോകണമെന്ന് ആ പറഞ്ഞാൽ മനസ്സിലാവും, അവർക്ക് മനസ്സിലാവും എന്താ ഞാൻ ഉദ്ദേശിച്ചത്. അള്ളാഹു തൗഫീക്ക് തരട്ടെ. നമ്മുടെ ഒരു മസ്അല പറഞ്ഞു കൊടുക്കുന്നതോടുകൂടെ ഒരു കുട്ടിക്ക് ഒരു ഫിത്നയെക്കുറിച്ച് ചിന്ത വരരുത്. അവിടെ ഒരു ഉസ്താദും ഒരു കുട്ടിയും തമ്മിൽ അങ്ങനെ ഒരു മോശപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് വഴിതെറ്റുന്ന രീതിയിൽ, ഉസ്താദേ ഇതെന്താ കുട്ടി ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ വൈകുന്നേരം പറഞ്ഞുതരാം എന്ന് പറയാൻ നിൽക്കണ്ട. അവിടെ ഒരു സദസ്സിൽ പറയാവുന്ന സഭ്യതയോടുകൂടെ മിനിമം വാക്കുകളിൽ അതിനെ പറഞ്ഞു തീർക്കാൻ പറ്റണം. അതിനെ സഹായിക്കുന്ന ഹദീഥാണ് ഞാനിവിടെ ഓതാൻ പോകുന്ന ഹദീത്ത്. സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീത്ത് അതാണ്. അന്നത്തെ മുദരിസ്, അന്നത്തെ മുഅല്ലിം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ബാബ്, ഹൈദിന്റെ ബാബ് ഒരു പെണ്ണിന് ഓതി കൊടുക്കുകയാണ്. അങ്ങനെ സങ്കല്പിച്ചോളൂ എന്താ നിബിധങ്ങൾ ചെയ്തത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാ, പുണ്യ നബിയോട് വന്ന് ചോദിച്ചു, എങ്ങനെയാണ് വൃത്തിയാക്കേണ്ടത്? ഹൈദ് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ വൃത്തിയാവണം? ഒരു കാര്യം കൂടെ പറയട്ടെ, അധ്യാപകരും ഉസ്താദുമാരും, ഞാനൊരു അധ്യാപകനാണ്, ഇമാറാത്തിലെ UAE-ലാണെന്ന് മാത്രം. പക്ഷേ ഒരു 23 വർഷം പഠിപ്പിച്ചു. ഇപ്പോഴും സ്കൂളും അധ്യാപനവും തന്നെയാണ് എൻ്റെ ജോലി. പക്ഷേ ഞങ്ങൾക്കൊക്കെ നൽകുന്നൊരു ട്രെയിനിങ് ഉണ്ട്. ആ ട്രെയിനിങ്ങിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ, ഒരു കുട്ടിയെയും, ആൺകുട്ടിയെയും പെൺകുട്ടിയെയും, നമ്മുടെ വിദ്യാർത്ഥിയെ, ഒരു വിദ്യാർത്ഥിനിയെ കൈകൊണ്ട് തൊടാൻ പാടില്ല. തൊടരുത്. തോള് പിടിക്കാനും നിൽക്കണ്ട, നെറ്റിയിൽ ഉമ്മ വെക്കാനും നിൽക്കണ്ട, ഒരു നല്ല കാര്യം ചെയ്ത് ആശ്ലേഷണം ചെയ്യാനും തൊടാൻ പാടില്ല. ഒരു അധ്യാപകന്റെ കൈയും തൻ്റെ വിദ്യാർത്ഥിയുടെ ശരീരവും തമ്മിൽ ചേരുന്നതോടുകൂടെ ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ ഒരു വലിയ ഒരു മതിൽ അവിടെ പൊട്ടിത്തകരുന്നതാണ്. തൊടാൻ പാടില്ല. പ്രായപൂർത്തിയാകുന്ന മക്കളുണ്ടാകും, ആവാത്തവരുണ്ടാവും, ചെറിയ മക്കളുണ്ടാവും, വലിയവരുണ്ടാകും. നമ്മുടെ മദ്രസകളുടെ സംവിധാനത്തെ സംബന്ധിച്ച് മോശപ്പെട്ട അഭിപ്രായങ്ങൾ സഹോദര സമുദായത്തിൽ ആളുകളിൽ നിന്ന് പോലും നമ്മൾ കേൾക്കാനിടയാകുമ്പോൾ അത് വലിയ വേദന ഉണ്ടാക്കുന്നുണ്ട്. ഗുരുനാഥൻ അങ്ങനെ പെരുമാറി, ഇങ്ങനെ പെരുമാറി. ഒരു കുട്ടി അടിക്കാൻ പാടില്ല, അടിക്കാതെയും പഠിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. ഞാനൊക്കെ അടി കൊണ്ടാണ് പഠിച്ചത്. അതിൽ നിന്ന് ചില സമയത്തൊക്കെ അടി കൊണ്ടിട്ടുണ്ട്. അൽഫിയ മനപ്പാടാക്കിയിട്ടുണ്ടാവില്ല, അവർ രണ്ടുപേരും കെട്ടിയിട്ടുണ്ടാവില്ല. നമ്മൾ ഉസ്താദുമാരെ അടിച്ചിട്ടുണ്ട്, അവർ അടി കൊണ്ട് പഠിച്ചവരാ. ആ ഒരു രീതിയിൽ നിന്ന് മാറണം എന്ന് ആരും അവരോട് പറഞ്ഞു കൊടുത്തിട്ടില്ല, അവരുടെ അറിഞ്ഞിട്ടില്ല. അപ്പം നമുക്ക് അവർക്ക് സദയം പുറത്തു കൊടുക്കാം, നമ്മുടെ ഉസ്താദുമാരാ. ജസാഹുമുല്ലാഹു അന്നാ ഖൈറ. പക്ഷേ ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹം അങ്ങനെയല്ല. പ്രത്യേകിച്ച് മദ്രസയിലും ഹിഫ്ള് പഠിക്കാനും അറബി കോളേജിലും ദാറുൽ ഹുദ അടക്കമുള്ള സംവിധാനങ്ങളിൽ മക്കൾ പഠിക്കാൻ വരുമ്പോൾ അധ്യാപകരോട് പറയാം, ഈ മക്കൾക്ക് നാട്ടിൽ പോകാൻ
നൂറുകണക്കിന് ഓപ്ഷനുകൾ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും അല്ലാത്തതും പ്രൈവറ്റും പബ്ലിക്കും സ്കൂളുകളും സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ട് ആ വീടും വീട്ടുകാരും കുട്ടിയും ചേർന്ന് ദീൻ പഠിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു ദീനീ സ്ഥാപനത്തിലേക്കോ ദർസിലേക്കോ കടന്നു വരുമ്പോൾ ആ മക്കളുടെ ആ മനസ്സിന്റെ സന്നദ്ധതയെ എത്ര കണ്ട് നമ്മൾ പ്രശംസിക്കണം ഇന്നത്തെ കാലത്ത്. ആ മക്കൾ വെറുപ്പ് പിടിച്ച് നമ്മളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന അവസ്ഥ ഉണ്ടാവരുത്. ആ മക്കളെ കൂടെ നിർത്തുന്ന ഒരു വാപ്പയെ പോലെ കരുതൽ കൊടുക്കാൻ കഴിയുന്നവരാകണം ഇന്നത്തെ അധ്യാപകന്മാർ. ആ മക്കൾ സ്ഥാപനം വിട്ട് വെറുത്തുപോയാൽ, എൻ്റെ ഉസ്താദിന്റെ അടി കൊണ്ട് പഠിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ, കൂടെയുള്ള പഠിക്കുന്ന മുതഅല്ലിമീങ്ങളുടെ ശല്യം കൊണ്ട് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, ഹിഫ്ള് ഖുർആൻ ഹിഫ്ളാക്കുന്ന മക്കളെ ദേഹത്തടിച്ചടിച്ചടിച്ചിട്ട് കാലിൽ ചോര വന്നിട്ട് മുറിവായിട്ട് ആ മക്കളുടെ ഉപ്പയും ഉമ്മയും ഇനി മോൻ ഖുർആൻ പഠിക്കണ്ട എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീന് വെറുത്തു പോകാൻ നമ്മൾ കാരണമായി ഒരു മുഅല്ലിമിനെ, ഒരു ദാഇയെ, ഒരു പ്രബോധകനെ സമൂഹത്തിന് നഷ്ടപ്പെടുത്തിയതിന്റെ ഉത്തരവാദിത്വം ഈ അധ്യാപകരായിരിക്കും. ഇന്ന് അടിക്കാതെ പഠിപ്പിക്കാൻ പറ്റും. ഞാൻ എന്നെക്കാളും വലിയ ഹൈറ്റുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന ആളാണ്. ഒരു അടീൻ്റെ ആവശ്യമില്ല. വടി ഞാൻ തൊട്ടിട്ടില്ല 24 കൊല്ലമായിട്ട്. മക്കൾ പഠിക്കും. ഏത് കൊമ്പന്മാരും മുമ്പിൽ നിൽക്കും. അതിന് അധ്യാപകന് ചില വാക്കുകളും ചില പ്രയോഗങ്ങളും ചില ഇൻസ്ട്രക്ഷൻസും പഠിക്കണം. ഒരു കുട്ടിനെ അടിക്കേണ്ട ആവശ്യമില്ല. അവർ സ്നേഹിക്കും നമ്മളെ, അവർ പഠിക്കും നമ്മുടെ വിദ്യാഭ്യാസത്തെ, നമ്മുടെ കിതാബുകൾ, നമ്മുടെ ദീനിന്റെ വിഷയങ്ങൾ അവർക്ക് ഇഷ്ടപ്പെടും. അത് ഇന്നത്തെ നമ്മുടെ അധ്യാപക സുഹൃത്തുക്കളൊന്ന് മനസ്സിലാക്കണമെന്ന് സാന്ദർഭികമായി പറയാതെ, നിങ്ങളോട് മാത്രമല്ല, ഈ പരിപാടി ലൈവ് നടക്കുന്നുണ്ടാവും. ഏതെങ്കിലും ഉസ്താദുമാർ അധ്യാപകന്മാർ ഇത് കേട്ടാൽ അവർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ. പ്രശംസിക്കണം, മക്കളുടെ നന്മകളെ പ്രശംസിക്കണം. പ്രൈസിങ്, നല്ല അഹ്സൻസ്, നീ നല്ല കാര്യം ചെയ്തു എന്ന് പറയണം. അവർ പറഞ്ഞ നല്ല വാക്കുകളെ എടുത്ത് മറ്റു വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ വെച്ച് പ്രശംസിക്കണം. മദ്ഹാണ് ദമ്മിനെക്കാളും വലുത്. വറബ സയ്യിദുൻ അമ്രൻ എന്നതിന് ആ ലൊറബൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഷാഹദ സയ്യിദുൻ കിതാബൻ, എന്തൊരു മനോഹരമായിരിക്കും. ലൊറബും കത്തിലും പറഞ്ഞാൽ നമ്മുടെ തലയിൽ തന്നെ കയറുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ ചിന്തകളെ ക്രമീകരിക്കേണ്ട ഈ കത്തലയും ലൊറബിനെ നമ്മളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര മുതഅദ്ദിയായ ഫീല് വേറെ ഉണ്ട്, എത്ര ഫായിലും മഫ്ഊലും വേറെ കിട്ടും. ഒരു കാലഘട്ടത്തിൽ അത് ശരിയായിരിക്കാം, കിതാബുകളിൽ വന്ന മിസാലുകളായിരിക്കും അത്, അന്നത്തെ കാലഘട്ടം അതായിരിക്കും. പക്ഷെ ഇന്ന് നമ്മൾ അഡാപ്റ്റ് ചെയ്യണം, ചില ചിന്തകളെ അഡോപ്റ്റും ചെയ്യണം. അപ്പോഴേ നമ്മുടെ വിദ്യാഭ്യാസ രംഗം, നമ്മൾ മദ്രസ ഉസ്താദന്മാർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ടോ നോക്കുക. മദ്രസ ഉസ്താദന്മാർക്ക് മര്യാദക്ക് പഠിപ്പിക്കാൻ പറ്റുന്നുണ്ടോ നോക്കാറുണ്ടോ? അവർ ശരിക്കും പഠിപ്പിക്കുന്നുണ്ട്. അറബി കോളേജുകൾക്ക് എത്രയാണ് നമ്മൾ പിരിവ് കൊടുക്കുന്നത്? അവിടുത്തെ കോളേജുകൾ ക്ലാസ് റൂം 40 മിനിറ്റ് ഒരു പീരീഡ് ഒരു ഉസ്താദ് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ടോ? 40 മിനിറ്റ് എത്ര മിനിറ്റ് ഉസ്താദ് ഫോണുമ്പോൾ ചെലവഴിക്കുന്നത്? എത്ര മിനിറ്റാണ് കുട്ടികൾ പഠിക്കുന്നത്? ഈ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ ക്വാളിറ്റി ചെക്ക് കൂടെ ചെയ്യാൻ നമുക്ക് അവകാശമില്ലേ? തീറ്റുപോറ്റാൻ മാത്രമല്ലല്ലോ അവിടെ ശരിയായ വിദ്യാഭ്യാസം. There is a perfect teaching and learning. നമ്മൾ അങ്ങനെ പറയാം, പഠിപ്പിക്കൽ ഒരു ഉസ്താദ് നല്ല അധ്യാപകനായിരിക്കാം, കുട്ടികൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നതിനനുസരിച്ച് മാത്രമാണ് ഒരു അധ്യാപകൻ നല്ല അധ്യാപകനാകുന്നത്. നിങ്ങൾ പാതിരാവോളം അധ്വാനിച്ച് നോട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് ഇതൊന്നും തിരിയുന്നില്ലെങ്കിൽ അധ്യാപനം ശരിയായിട്ടില്ല എന്നാണ്. അപ്പം നമ്മൾ 2 മണിക്കൂറൊക്കെ നമ്മൾ കുട്ടികൾക്ക് മദ്രസ കിട്ടുന്നുള്ളൂ. ആ അധ്യാപകർക്ക് നല്ല ട്രെയിനിങ് കൊടുക്കണം, അവർക്ക് പഠിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം, അവർക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടാക്കണം. ഒരു പണിയും കിട്ടാത്തവൻ കയറുന്നു വരുന്ന സ്ഥലമാവരുത് നമ്മുടെ മദ്രസ. ഒരു പണിയും നാട്ടിൽ കിട്ടൂല എന്നവനെ 1ാം ക്ലാസ് പഠിപ്പിച്ചോളാം. നോ, ചെറിയ ക്ലാസ്സിലാണ് ഏറ്റവും കഴിവുള്ള അധ്യാപകർ പഠിപ്പിക്കേണ്ടത്. ചെറിയ ക്ലാസ്സിൽ LKG UKG പഠിപ്പിക്കാനാണ് ബുദ്ധിമുട്ട്, 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും പഠിപ്പിക്കാനല്ല. നല്ല അധ്യാപകർ വേണം. അപ്പോഴേ നമ്മുടെ ഈ സംവിധാനം കൊണ്ട് കാര്യമുള്ളൂ. നമ്മുടെ ഉസ്താദുമാരെ കണ്ടിട്ടാണ് നമ്മൾ പഠിച്ചത്. അവർ നൽകിയ കൊച്ചുനാളിൽ മദ്രസയിൽ പഠിപ്പിച്ചു തന്ന ചില കഥകൾ, ചില ചരിത്രങ്ങൾ, ചില ഹദീസുകൾ, അതായിരിക്കും ഒരു പക്ഷേ നമ്മൾ പരീക്ഷയ്ക്ക് ഉത്തരം എഴുതിയ ഉത്തരക്കടലാസിൽ എഴുതി വെച്ച ഉത്തരത്തെക്കാളും നമ്മൾ ഓർക്കുന്നത് നമ്മുടെ ഉസ്താദിന്റെ നരേറ്റീവ്സാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് ചരിത്രം പറഞ്ഞു കൊടുക്കണം. കുട്ടികൾക്ക് ഹബീബിനോടും ദീനിനോടും അള്ളാഹുവിനോടും ഹിബ്ബ് വരുന്ന വർത്തമാനങ്ങൾ പറഞ്ഞു കൊടുക്കുക. വെറുപ്പിക്കരുത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണെന്ന് തോന്നുന്ന വിധം നമ്മുടെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഒരിക്കലും മാറിപ്പോവരുത്. അള്ളാഹു നമുക്ക് ഈ ഉമ്മത്തിന് ഇസ്സത്ത് നൽകട്ടെ. നമ്മുടെ അധ്യാപകർ ചെയ്യുന്ന വലിയ സേവനമാണ്. ആ സേവനത്തിന് അള്ളാഹു വലിയ കൂലി കൊടുക്കട്ടെ. ഞാൻ അവരെ കുറ്റപ്പെടുത്തല്ല, പക്ഷേ ട്രെയിനിങ് കൊടുത്തില്ലെങ്കിൽ ആർക്കും നന്നാവാൻ കഴിയില്ല. നമ്മൾ പഠിച്ചു വെച്ചത് മാത്രമേ ശരിയുള്ളൂ. നമ്മളെക്കാളും പഠിച്ച ആൾക്കാർ ലോകത്തുണ്ട്. അവരിൽ നിന്ന് പഠിക്കണം. അപ്പോഴേ നമ്മുടെ പെർഫോമൻസ് നന്നാവുള്ളൂ. അപ്പോഴേ നമ്മൾ ചെയ്യുന്നത് ശരിയാണോ നല്ലതാണോ എന്ന് പോലും അറിയുള്ളൂ. UK-യിലൊക്കെ ഓഫ്സ്റ്റഡ് എന്ന് പറയുന്ന ഒരു ഇൻസ്പെക്ഷൻ ടീമുണ്ട്. ഞാൻ സമയം കളയല്ല. UAE അബുദാബിയിലെ അഡക് എന്ന് പറയുന്ന അബുദാബി എഡ്യൂക്കേഷൻ കൗൺസിൽ ഉണ്ട്, എഡ്യൂക്കേഷൻ നോളജ് ഡിപ്പാർട്ട്മെന്റ്.
ദുബൈയിലുണ്ട് KHDA, നോളജ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്. അവര് ഓരോ സ്കൂളിലും 1 വർഷത്തിലോ 2 വർഷത്തിലോ 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഇൻസ്പെക്ഷൻ ചെയ്യും. എല്ലാ ക്ലാസ് റൂമിലും കയറി ഇറങ്ങും. എല്ലാ ഡോക്യുമെന്റ്സും അവർ പരിശോധിക്കും. കുട്ടികളുമായി അവർ ഇന്റർവ്യൂ ചെയ്യും. അവർ തോന്നുന്ന കുട്ടികളെ വിളിക്കും. ചോദിക്കുന്നു, ഈ അധ്യാപകൻ എങ്ങനെയാണ്, നീ എന്താ പഠിക്കുന്നത്, നിന്റെ അധ്യാപകൻ പഠിപ്പിക്കുമ്പോൾ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടോ, ആ ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യാറുണ്ടോ, നിങ്ങൾക്ക് ചാലഞ്ച് ഉണ്ടാകുന്നുണ്ടോ, അധ്വാനിച്ച് പഠിക്കാനുള്ള അവസരം നൽകുന്നുണ്ടോ, അതല്ല പഠിപ്പിക്കുന്നതൊക്കെ ഈസിയാണോ എന്ന് തുടങ്ങിയുള്ള ചോദ്യങ്ങൾക്ക് ഒരു 10-20 ആളുകളുടെ ഇൻസ്പെക്ഷൻ ടീം നടത്തുന്ന പരിശോധന അവർ പബ്ലിക് വെബ്സൈറ്റിൽ അവർ പബ്ലിഷ് ചെയ്യും. ഇന്ന സ്കൂളിന്റെ റേറ്റിംഗ് വീക്കാണ്, ഇവർ പരാജയമാണ്, ഇവര് സാറ്റിസ്ഫാക്ടറി കുഴപ്പമില്ല, ഇവര് ഗുഡ് നല്ലവരാ, വെരി ഗുഡ് ഏറ്റവും നല്ലവരാ, ഔട്ട്സ്റ്റാൻഡിങ് അടിപൊളിയാണ്. ഈ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്ന സ്കൂളുകൾക്ക് പിന്നെ അധ്യാപകരെ മക്കളെ ചേർത്തുള്ളൂ. എന്തേ? അതില്ലെങ്കിൽ, ഒരു പരിശോധന ഇല്ലെങ്കിൽ എല്ലാവരും ഉഴപ്പിയിട്ടാ നടക്കുക. ആ ഉഴപ്പൽ പരിപാടി നിർത്തണം. നമ്മൾ നമ്മുടെ മദ്രസ സംവിധാനങ്ങളെ എങ്ങനെയൊക്കെ പുകഴ്ത്തി പറയുമ്പോഴും നമ്മളെ ഒന്ന് നിരൂപിക്കുകയാണ്. അവിടെ ശരിയായ അധ്യാപനം നമ്മുടെ അധ്യാപകർ ചെയ്ത്. മൊബൈൽ ഫോൺ ക്ലാസ് റൂമിൽ എടുക്കാൻ പാടില്ല. ഒരു ഉസ്താദിന് എത്ര വലിയ പീരീഡ് കഴിയുന്നവരെ ആ കുട്ടികളുടെ മുമ്പിൽ വെച്ച്, ക്ലാസിൻ്റെ ഉള്ളിൽ വെച്ച് ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ വല്ല നിയമം നാട്ടിലുണ്ടോ? അത് പാലിക്കപ്പെടുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഉസ്താദ് കഥ പറയുന്ന കുട്ടികളുടെ വായിച്ചോ, അമാനത്തല്ലേ നഷ്ടപ്പെടുത്തുന്നത്. അതുകൊണ്ട് കൊല്ലങ്ങൾ നമ്മൾ ചെലവഴിക്കുമ്പോൾ ആ കൊല്ലങ്ങളെ കൊണ്ട് കിട്ടേണ്ട നന്മകൾ നമുക്ക് കിട്ടാതെ പോകുമ്പോൾ ഇറ്റ്സ് വേസ്റ്റ് ഓഫ് ടൈം. എന്നിട്ട് നമ്മൾ പറയും വൽ അശ്ർ, സമയത്തെ തന്നെയാണ് സത്യം. ആ സമയം മുഴുവൻ വേസ്റ്റ് ആക്കിയിട്ടുണ്ട് നമ്മുടെ അധ്യാപന മേഖലകളിൽ. അങ്ങനെ ആവരുത് എന്ന് പുണ്യനബി തങ്ങളുടെ ഈ ഹദീസിലേക്ക് ഞാൻ അവസാനിപ്പിക്കാം. റവൽ ബുഖാരി അൻ ആയിഷ റളിയല്ലാഹു അൻഹാ, ഹബീബാ നബി തങ്ങളുടെ പ്രിയപത്നിയായ നമ്മുടെ ഉമ്മയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ പറയാൻ, ഒരു പെണ്ണ് ഹബീബിന്റെ മുമ്പിൽ വന്നിട്ട് ചോദിച്ചു, നബിയെ, ഞാൻ എങ്ങനെയാണ് എൻ്റെ ഹൈദ് കഴിഞ്ഞാൽ, എൻ്റെ മന്ത്ലി സൈക്കിൾ കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് വൃത്തിയാവേണ്ടത്? ലോകത്തിന്റെ ഗുരു, അന്നത്തെ മുദരിസ്, അന്നത്തെ മുഅല്ലിം, അന്നത്തെ സദറുസ്താദ് എന്ന് പറയാവുന്ന ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പെൺകുട്ടിയോട് ഹൈദിന്റെ മസ്അല പറഞ്ഞു കൊടുക്കുക. ഖുദി ഫുർസതൻ മിൻ മിസ്കിൻ, ഒരൽപ്പം പരുത്തിയെടുത്തിട്ട് അതിൽ കസ്തൂരിയുടെ സുഗന്ധം നിങ്ങൾ പുരട്ടുക. ഫതതഹരി ബിഹാ, അതുകൊണ്ട് നിങ്ങൾ ശുദ്ധിയാക്കുക. എന്താ പറഞ്ഞത്? ഹൈദ് കഴിഞ്ഞു, അത് വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായി നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പരുത്തി, ഒരു ചെറിയ കോട്ടന്റെ പീസ് എടുത്തിട്ട് അതിൽ കസ്തൂരി സുഗന്ധം വെച്ചിട്ട് നിങ്ങൾ അതുകൊണ്ട് ശുദ്ധിയാക്കുക. അപ്പൊ പെണ്ണ് ചോദിച്ചു, കൈഫ തതഹറു, എങ്ങനെയാണ് നബി ഞാൻ വൃത്തിയാക്കേണ്ടത്? തതഹരി ബിഹാ, ആ പരുത്തി എടുത്തിട്ട് നിങ്ങൾ വൃത്തിയാക്കുക. കൈഫ, എങ്ങനെ നബിയെ? ഇത് ചോദിച്ചപ്പോ പുണ്യനബി കൊടുത്ത മറുപടി, സുബ്ഹാനല്ലാഹ് തതഹരി, സുബ്ഹാനല്ലാഹ് ശുദ്ധിയാക്കുമെന്നേ. അപ്പോഴാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നാണം തോന്നി ആയിഷ ബീവിക്ക്. ആയിഷ ബീവി ആ പെണ്ണിന്റെ ഷർട്ട് കുപ്പായത്തിന് ഇങ്ങോട്ട് പിടിച്ചു. ഇങ്ങോട്ട് വാ, നിങ്ങളുടെ റൂമിലല്ലേ, ഇവിടെ ഇരിക്കും, ഞാൻ പറഞ്ഞുതരാന്ന്. എൻ്റെ റസൂലിന് ഇത് പറയാൻ നാണമുണ്ട്. എൻ്റെ ഹബീബ് ഇങ്ങോട്ട് പറഞ്ഞു സുബ്ഹാനല്ലാഹ് എന്ന് ചോദിച്ചില്ലേ, ഈ പെണ്ണിനോട് റബ്ബേ ഞാൻ എങ്ങനെ അത് പറഞ്ഞു കൊടുക്കുക? ആ വിഷമമാണ് നബി തങ്ങൾ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞത്. തതഹരി ബിഹാ, ശുദ്ധിയാക്കുക. ഇതൊരു വലിയ മുതിർന്ന പെണ്ണിനോട് പറയുന്നത് കൊണ്ടുണ്ടാകുന്ന വലിയ മര്യാദ അവിടെ ഉണ്ട്. നമ്മുടെ വിദ്യാർത്ഥിനികളോട് പറയുമ്പോഴും പാലിക്കേണ്ട മര്യാദകൾ അവിടെ ഉണ്ട്. പ്രത്യേകിച്ച് ഒരു ബോയ്സ് ആൻഡ് ഗേൾസ് ഒരുമിച്ച് കൂടുന്ന ഒരു സെറ്റിങ്ങിലാണ് ഈ ചർച്ച നടക്കുന്നതെങ്കിൽ യു ഷുഡ് ബി റിയലി സെൻസിറ്റീവ്. അങ്ങനെ പച്ചയിൽ പറയാൻ പാടില്ല ഒരു കാര്യവും. നമ്മളൊരു മസലയും ഒരു ഫത്വയും ദീനിന്റെ ഒരു ഹലാലും ഹറാമും പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവിടെ നിന്ന് ഒരു ഹറാമായ ചിന്ത നമ്മുടെ മുമ്പിലിരിക്കുന്ന മക്കൾക്ക് തോന്നത്തക്ക വിധം നമ്മുടെ ഒരു വിശദീകരണത്തിലും വരാൻ പാടില്ല. ഇത് നിർബന്ധമാണ്. ഹൈദ് നിഫാസിന്റെ മസല മാസങ്ങളോളം നീട്ടിക്കൊണ്ടുപോകേണ്ട കാര്യമില്ല. അത് ഷോർട്ട് ആൻഡ് ബ്രീഫ്, സ്ട്രൈറ്റ് ടു ദ പോയിന്റ്. ആ വിഷയം പറഞ്ഞു കൊടുക്കുക, അപ്പുറത്തേക്ക് ഒന്നും പോകണ്ട. ഫതുഹുൽ മീൻ ഓതുമ്പോഴും വിഷയം വരും, ഫിഖഹിന്റെ മഹല്ലി ഓതുമ്പോഴും അത് വരും. ഫിഖഹിന്റെ കിതാബുകൾ ഓതുമ്പോൾ മുതിർന്ന മക്കളാണ്, നമ്മുടെ ഫുഖഹാ ചർച്ച ചെയ്ത നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലാത്ത വലിയ വിഷയങ്ങൾ നമ്മുടെ കിതാബിൽ രേഖപ്പെട്ട് കിടക്കാം. പക്ഷെ ഇന്നത് റെലവന്റാ. ഇന്നത്തെ ലൈംഗികതയുടെ ആഭാസം ലോകത്ത് നടക്കുമ്പോൾ അന്ന് നമ്മുടെ മഹാന്മാരായ ഫുഖഹാ എഴുതി വെച്ചത് ഇന്നും പ്രസക്തമാണ്. പക്ഷേ അത് പറയുന്നിടത്തും ആ ആശയം കൈമാറുന്നിടത്തും നല്ല കെയർഫുൾ ആയിരിക്കണം അധ്യാപകർ എന്ന് മാത്രം. ഒരു വെറുപ്പും തോന്നരുതേ. നമ്മളൊക്കെ ഒരു ബോട്ടിലാണ്. അതുകൊണ്ടാണ് ഞാൻ അധ്യാപകനായതുകൊണ്ട് പറയാം. അതുകൊണ്ട് എനിക്കത് പറയാലോ.
അതുകൊണ്ട് പറയാണ്, വിഷമം തോന്നരുത്. ഫതത്ഹരി ബിഹാ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആ പെണ്ണിനോട് പറഞ്ഞു, ഇസ്തഹയൻ നബി, പൊന്നു നബിക്ക് നാണമായിട്ടുണ്ട് പെണ്ണേ. ആയിഷ ബീവി പറഞ്ഞു, തതബ്ബഇ ബിഹാ അസറദ്ദം, രക്തത്തിന്റെ അടയാളമുള്ളിടത്ത് നിങ്ങൾ ആ കസ്തൂരിയുടെ നനവ് കൊണ്ട് വൃത്തിയാക്കുക. തൊഹിരി, ശുദ്ധി വരുത്തുക. വഗ്സിലി, കുളിക്കുക. വനദ്ദിഫി മകാനദ്ദം, രക്തത്തിന്റെ കറകളെ നിങ്ങൾ മായ്ച്ചു കളയുക. ഇത് ആയിഷ ബീവി പറഞ്ഞു കൊടുത്തു. പുണ്യ നബി എന്താ പറഞ്ഞത്? സുബ്ഹാനല്ലാഹ്, ഇനി ഞാൻ എന്താ പറഞ്ഞുതരാം? തതഹരി, ശുദ്ധിയാവ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹബീബിന്റെ ഹയാഇനെ കുറിച്ച് പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്തരം വിഷയങ്ങൾ ഇനിയും ദീർഘമായി ചർച്ച ചെയ്യേണ്ട ഒരുപാട് മിസാലുകളുണ്ട്. പക്ഷേ സമയം അങ്ങ് എത്തിക്കഴിഞ്ഞു. സമയം എത്ര പെട്ടെന്ന് തീർന്നതായിട്ട് ഞാനും തോന്നുന്നു. ചാപ്പനങ്ങാടിയിലെ ടൈം കുറച്ച് ഫാസ്റ്റാണെന്ന് തോന്നുന്നല്ലോ. അൽഹംദുലില്ലാഹ്. ഏതായാലും ഞാൻ അവസാനിപ്പിക്കാം. ഇതൊരു ആശയം മുമ്പിലേക്ക് ഇട്ടതാണ്. നമുക്ക് ചിന്തിക്കാനും ദീനിനെ ഉൾക്കൊള്ളാനും വിശുദ്ധ ഖുർആനും ഹദീസുകളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ വാക്കുകളിൽ നിബിധങ്ങളും അല്ലാഹു ജല്ല ജലാലു നമുക്ക് പഠിപ്പിച്ചു തരുന്ന സഭ്യതയെ മനസ്സിലാക്കാനും അസഭ്യമുള്ള വാക്കുകളോ ചീത്ത പറച്ചിലുകളോ ആക്ഷേപങ്ങളോ നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും വരരുതെന്നും അതുകൊണ്ടുണ്ടാകാവുന്ന ഏറ്റവും വലിയ ദാരിദ്ര്യമെന്ന പരലോകത്ത് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന നമ്മുടെ അമലുകൾ മുഴുവനും ചോർന്നു പോകുന്ന മഹാപകടത്തെക്കുറിച്ച് കാത്തിരിക്കണമെന്നും പുണ്യനബി പഠിപ്പിച്ചൊരു സംസ്കാരം അവിടുന്ന് പഠിപ്പിച്ചു. മാകാന ഫാഹിഷൻ വലാ മുതഫഹിഷ വലാ സുഖാബൻ ബിൽ അസ്വാഖ്. ഹബീബാ നബി തങ്ങൾ ഒരിക്കലും പൊതു ഇടങ്ങളിൽ ഒച്ച വെച്ച് സംസാരിക്കാറില്ല. അങ്ങാടികളിൽ ഹബീബാ നബി ഒരിക്കലും മോശം വാക്കുകൾ ഉപയോഗിക്കാറില്ല. അപ്പൊ നമ്മുടെ മക്കളെ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അതിനൊരു ബദൽ സംവിധാനം പറഞ്ഞു കൊടുക്കണമെന്ന്. ഇങ്ങനെ പറയരുത് മോനെ, ഇങ്ങനെ പറയാവൂ. ആ വാക്ക് ഉപയോഗിക്കരുത്, ഇങ്ങനെ പറയാവൂ. ഇത് 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കാലഘട്ടം, 1 മുതൽ 7 വയസ്സ് വരെയുള്ള കാലഘട്ടവും 7 മുതൽ 14 വരെയുള്ള കാലഘട്ടം. ഒരു കുട്ടിയുടെ 14 വയസ്സിനുള്ളിൽ നിങ്ങൾ തിരുത്തി കൊടുക്കുന്നതേ ആ കുട്ടിക്ക് തിരുത്താൻ പറ്റൂ. അതിനപ്പുറത്ത് തിരുത്താൻ കഴിയില്ല. 14 വയസ്സ് വരെ മാതാപിതാക്കൾക്ക് കുട്ടിയെ മാറ്റാൻ കഴിയുള്ളൂ. 14 കഴിഞ്ഞാൽ തുമ്മ സാഹിബുഹും തുമ്മ തുറുക്കിൽ ഹബ്ല അല അച്ഖിഹിം. അങ്ങനെയാണ്. അതുകൊണ്ട് മക്കളിൽ മാറ്റം നമ്മൾ വീട്ടുകാർ സംസാരിക്കുന്നിടത്ത്, വാപ്പയും ഉമ്മയും സംസാരിക്കുമ്പോൾ, ഭാര്യയും ഭർത്താവും സംസാരിക്കുമ്പോൾ, മുതിർന്ന മക്കളുടെ മുമ്പിൽ സംസാരിക്കുമ്പോൾ അസഭ്യവാക്കുകൾ പറയാതിരിക്കുക, ബഹളം വെക്കാതിരിക്കുക. മക്കളെ കിട്ടിയത് കൊണ്ട് തല്ലി ചതക്കാതിരിക്കുക. മക്കളോട് അവരുടെ ബുദ്ധിക്ക് മനസ്സിലാകുന്ന വർത്തമാനം പറയാം. മനുഷ്യൻ ബുദ്ധിയുള്ളതാണ്. ഈ ബുദ്ധിയോട് സംസാരിച്ചാൽ ഏത് കുട്ടിയും മാറും. അതുകൊണ്ട് ലെറ്റ്സ് കമ്മ്യൂണിക്കേറ്റ്, ലെറ്റ്സ് കൺവേഴ്സ് വിത്ത് ബ്രെയിൻസ്. ബ്രെയിൻ എന്ന് പറയുന്നത് അല്ലാഹു സംവിധാനിച്ച വലിയൊരു അത്ഭുതമാണ്. ആ അത്ഭുതത്തിന് തകരാറ് വരാതെ, ജുനൂന് വരാതെ, ആ ദാഖിറത്ത് അല്ലാഹു തന്ന മെമ്മറിക്ക് നഷ്ടം വരാതെ, നമ്മുടെ സംസ്കാര ചിന്തകൾക്ക് മാറ്റം വരാതെ, ലോകത്ത് നടക്കുന്ന ഏത് ചവറും നമ്മുടെ സ്ക്രീനിന്റെ മുമ്പിലേക്ക് വരുമ്പോഴും ഞാനൊരു മുസ്ലിമാണ്, എനിക്ക് എൻ്റെ ഹബീബ് പഠിപ്പിച്ച ഒരു കോഡ് ഓഫ് കണ്ടക്ട്സ്, എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന മാന്യതയുടെ വരമ്പുകളുണ്ട്. അതിലേ ഞാൻ നിൽക്കാവൂ. എൻ്റെ സ്ക്രീൻ ടൈം എനിക്ക് കൺട്രോൾ ചെയ്യണം. ഉമ്മ വാപ്പ ഫോൺ എടുക്ക് നിർത്ത് എന്ന് പറയാൻ കാത്തിരിക്കാതെ മക്കളായിട്ട് ഞാൻ എൻ്റെ സമയം കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഡിവൈസ് എന്നെ പഠിക്കാൻ അനുവദിക്കുന്നില്ല, ഈ ഡിവൈസ് എന്നെ നിസ്കരിക്കാൻ അനുവദിക്കുന്നില്ല, ഈ ഡിവൈസ് എനിക്ക് എൻ്റെ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ എന്നെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് 1 മണിക്കൂറായില്ലേ, സ്റ്റോപ്പ് ഇറ്റ്. ഇതൊരിക്കലും മരണം വരെ തീരാത്ത സംഗതിയിൽ വരുന്നത്. ഞാൻ നിർത്തുകയാണ് എന്ന് ഉമ്മയോ വാപ്പയോ സ്നാച്ച് ചെയ്യുമ്പോഴല്ലേ അവരോട് ശത്രു തോന്നുള്ളൂ. അതുകൊണ്ട് പൊന്നുമക്കളെ, നിങ്ങളായിട്ടത് നിർത്തുക, നിയന്ത്രിക്കുക. എങ്കിലേ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നല്ലത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ സംസ്കാരമുള്ള, മൂല്യബോധമുള്ള നല്ലൊരു ഉമ്മത്തായി, ലോകത്തിന് മാതൃകയുള്ളവരായി അല്ലാഹു നമ്മളെ മാറ്റിത്തരട്ടെ. ബിഹഖ് നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك يا مولانا سميع قريب مجيب الدعوات. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك موجبات رحمتك وعزائم مغفرتك والسلامة من كل إثم والغنيمة من كل بر والفوز بالجنة والنجاة من النار. اللهم اغفر لنا ولوالدينا ولمن له حق وفضل علينا ولذوينا
ولمن أوصانا واستوصانا بالدعاء اللهم اغفر لكل من ساهم في نشر دينك يا رب العالمين اللهم اغفر لعلمائنا وفقهائنا ومعلمينا ودعاتنا ومتعلمينا اللهم اغفر لنا ولمن حضر معنا وغاب عنا اللهم ردنا والمسلمين إلى دينك ردا جميلا اللهم ردنا والمسلمين إلى دينك ردا جميلا اللهم خذ بأيدينا ونواصينا أخذ الكرام عليك يا رب العالمين.